ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. ഇന്നത്തെ സബ്ജക്റ്റ് നമ്മുടെ ഇൻസ്റ്റാ 360 ആണ്. ഇൻസ്റ്റാ 360 1R ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ 1RS ഒക്കെ അറിയുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് കുറേ കാലമായി. ഇതിൻ്റെ കുറേ അധികം വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഒരു 360 വീഡിയോ ഷൂട്ട് ചെയ്തതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ക്യാമറ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ക്യാമറയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ എക്സ്പോർട്ട് ക്വാളിറ്റിയെ പറ്റിയാണ്. ഇത് നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൽ എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലഭിക്കുന്നത് 4K റെസൊല്യൂഷനിലാണ് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുക. അതിൽ കൂടുതൽ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്നാണ് ഇന്ന് വീഡിയോയിൽ നമുക്ക് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ എക്സ്പോർട്ട് ക്വാളിറ്റി എങ്ങനെ നമുക്ക് കൂട്ടാമെന്നുള്ളത് നോക്കാം. അത് നമുക്ക് മൊബൈൽ ഫോണിൽ ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 2 ഓപ്ഷൻസാണ് വരുന്നത്. ഒന്ന് നമുക്ക് ഇൻസ്റ്റാ 360 സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കിതാ ആവശ്യമുള്ളൊരു വീഡിയോ എടുക്കാം. ഒരു 360 വീഡിയോ എടുക്കാനുള്ള. അപ്പോൾ ഈ 360 വീഡിയോ നമ്മളിപ്പോൾ 16:9 റേഷ്യോയിലാണ്. ഇത് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1080p മാക്സിമം റെസൊല്യൂഷനും അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് 13ഉം ബിറ്റ് റേറ്റ് 75 ആണ് കിട്ടുക. അതേപോലെ തന്നെ ഇത് നമ്മൾ 9:16 ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 1080p 30 അതുപോലെ തന്നെ 75 ബിറ്റ് റേറ്റ് ഇത്രയാണ് കിട്ടുക. ഇതിപ്പോൾ നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്യുന്ന മോഡിലാണ് നമ്മൾ നോക്കിയത്. ഇത് തന്നെ നമ്മൾ ഇനി സ്റ്റോറി മോഡുണ്ട്. അപ്പോൾ സ്റ്റോറീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി കിട്ടും. അപ്പോൾ സ്റ്റോറീസിൽ ഞാനിത് എടുത്തിട്ടുണ്ട്. സെയിം ഫയലിന് എടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചു. ഇത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ എക്സ്പോർട്ട് കൊടുക്കുകയാണ്. ഇവിടെ കസ്റ്റം കൊടുക്കുക. ഇത് 2K റെസൊല്യൂഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് 30 തന്നെയാണ്. ബിറ്റ് റേറ്റ് കൂടിയിട്ടുണ്ട്, 100 ആയിട്ടുണ്ട്. ഇത്രയാണ് ഇതിൽ മാറ്റം വരുന്നത്. ഇതിപ്പോൾ ഞാൻ സ്റ്റോറി മോഡിലാണ്, നമുക്ക് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുന്ന മോഡിലാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് മൊബൈൽ ഫോണിൽ എക്സ്പോർട്ട് ക്വാളിറ്റി സെറ്റ് ചെയ്യാൻ സാധിക്കുക. ഇതിൽ കൂടുതൽ ക്വാളിറ്റിയിൽ നമുക്ക് മൊബൈൽ ഫോണിൽ എക്സ്പോർട്ട് ചെയ്യാൻ ഓപ്ഷനില്ല. ഈ 2 ഓപ്ഷൻസാണ്. ഒന്ന് നമുക്ക് സ്റ്റോറി മോഡിൽ മാക്സിമം ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിലും കൂടുതൽ, അതായത് ഇത് നമുക്ക് 5.7K റെക്കോർഡിംഗ് ആണ് കിട്ടുന്നത്. ഇത് റെക്കോർഡ് ചെയ്യുന്നത് 5.7K ആണ്. അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ആവശ്യമാണ്. നമുക്ക് മാക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ വിൻഡോസ് ഉപയോഗിക്കാം. മാക്കിലാണെങ്കിലും വിൻഡോസിലാണെങ്കിലും ഇതിനായിട്ട് സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാ 360 എന്നുള്ള മൊബൈൽ സോഫ്റ്റ്വെയർ പോലെ തന്നെ മാക്കിലേക്കും ഇൻസ്റ്റാ 360 എന്നുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ തുറന്നിട്ട് ഒരു ഫയലിലൂടെ തുറന്നിട്ടുണ്ടോ, ഇൻസ്റ്റാ 360 സ്റ്റുഡിയോ 2023 എന്നുള്ള ആപ്ലിക്കേഷൻ ഇവിടെ കിട്ടും. അപ്പോൾ അത് വിൻഡോസിലും അതുപോലെ തന്നെ മാക്കിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ഫയലിലൂടെ തുറന്നിട്ടുണ്ടോ, 360 വീഡിയോ ആണിത്. നമ്മൾ ഏതറിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മൾ വ്ളോഗ് ചാനൽ, ആ വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എത്ര ക്വാളിറ്റിയിലാണെങ്കിലും ഇവിടെ നമുക്ക് എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ എക്സ്പോർട്ട് വെച്ചാൽ നമുക്ക് എല്ലാം മാറ്റാം. ബിറ്റ് റേറ്റ് 200 വരെ നമുക്ക് പോകും. ബിറ്റ് റേറ്റ് 200 വരെ നമുക്ക് ബിറ്റ് റേറ്റ് കൂട്ടാം. അതിനനുസരിച്ച് ഇവിടെ താഴെ നമുക്ക് കാണാം ഫയൽ സൈസ് കൂടുന്നുണ്ട്. ശേഷം ഇപ്പോൾ ഉള്ളത് ഇതുപോലെ തന്നെ 1080pയിലാണ്. ഇത് മാറ്റിയിട്ട് നമുക്ക് 5K റെസൊല്യൂഷൻ വരുന്നത് 5760x3240 ആണ്. അപ്പോൾ അതിൽ കൊടുത്ത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ക്വാളിറ്റി, നമ്മൾ എടുത്ത വീഡിയോ എന്താണ് ക്വാളിറ്റി, അതേ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ റെൻഡർ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ 360 വീഡിയോ എടുക്കുമ്പോൾ കൂടെ കാണാം അതേ റെസൊല്യൂഷൻ. കണ്ടോ, നമ്മളിപ്പോൾ എടുത്ത റെസൊല്യൂഷനാണ് 360യിൽ കാണാം. അത് തന്നെ നമുക്ക് റീഫ്രെയിംഡ് വീഡിയോയിലും അതേ റെസൊല്യൂഷൻ കൊടുത്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് ഒറിജിനൽ ക്വാളിറ്റിയിലുള്ള വീഡിയോ കാണാം. ഞാൻ എടുത്ത വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ അടുത്ത വീഡിയോ, ഓല വിസിറ്റ് എന്നുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ പ്ലേ ചെയ്യാം. അപ്പോൾ മനസ്സിലായിട്ട് ക്വാളിറ്റി കണ്ടോ, പക്ക ക്വാളിറ്റിയാണ്. ഒറിജിനൽ ക്വാളിറ്റിയിൽ നമുക്ക് ആ വീഡിയോ കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ലെൻസിന് ചെറിയ പ്രശ്നമുള്ള സൗണ്ട് ഒക്കെ, ലെൻസിന് ചെറിയ സ്ക്രാച്ച് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടാത്തത് കേട്ടോ. ഇവിടെ എൻ്റെ ലെൻസ് താഴെ വീണിന്. പക്ഷേ വീഡിയോ ക്വാളിറ്റി ഉണ്ടോ, 5K റെസൊല്യൂഷനിലാണ് ഇപ്പോൾ ഇതുള്ളത്. ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് 4K കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇതുപോലെ ഔട്ട്പുട്ട് എടുക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് റീഫ്രെയിം ചെയ്യാനൊക്കെ കമ്പ്യൂട്ടറിൽ വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ ഇതേപോലെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ, നല്ല ക്വാളിറ്റി അടിപൊളിയായിട്ട് വീഡിയോ കിട്ടുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ ഔട്ട്പുട്ട് ലഭിക്കും. ഇത് നമുക്ക് യൂട്യൂബിലേക്കും മറ്റുമൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇൻസ്റ്റാ 360യുടെ മറ്റ് വീഡിയോസ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.